ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാരൂപിയുടെ വണക്കമാസം 3-ാം ദിവസം. പരിശുദ്ധാത്മാവ് സത്യദൈവമാകുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഇന്നത്തെ പ്രായോഗിക ചിന്തകൾ: അത്യുന്നത ദൈവത്തിന്റെ അത്യഗാധ രഹസ്യത്തിൽ വിശ്വസിച്ച് എളിമയോടെ അങ്ങേ ആരാധിക്കുക. ദൈവത്തിൽ നീ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു, എന്നാൽ ദൈവത്തെ കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ദൈവത്തോടുള്ള നിന്റെ സ്നേഹത്തിൽ സ്വാർത്ഥത കലർന്നിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് ഇന്ന് പരിശോധിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. അനന്ത നന്മ സ്വരൂപിയായിരിക്കുന്ന ദൈവമേ, ബാബാപുത്രന്റെ റുഹാദകുദാസിയായ ത്രിത്വൈക സർവേശ്വര, കണ്ടുപിടിപ്പാൻ പാടില്ലാത്ത മറഞ്ഞിരിക്കുന്ന ഉള്ളായ്മയെ, പ്രതാപമേറിയ മഹത്തിൽ വസിക്കുന്നവനെ, അങ്ങൊന്ന് സർവഭാഗ്യ സമ്പൂർണനും മറ്റൊരുത്തിനെ കൊണ്ട് ആവശ്യമില്ലാത്തവനുമാകുന്നു. എന്നുവരികിലും അനാദി മുതൽ അറുതിയില്ലാത്തവണ്ണം എന്നെ സ്നേഹിക്കുകയും ഇല്ലായ്മയിൽ നിന്ന് എന്നെ സൃഷ്ടിച്ച് എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങളാൽ പൂരിപ്പിക്കുകയും ചെയ്തുവല്ലോ. അങ്ങേ വേണ്ടും വിധം സ്നേഹിക്കാമായിരുന്ന എത്രയോ ആളുകളെ സൃഷ്ടിക്കാതെ ഒരു നീച മനുഷ്യനെ സൃഷ്ടിപ്പാൻ അങ്ങ് തിരുമനസ്സായി. പിതാവായ നിന്നെ മക്കൾക്ക് അടുത്ത് വിത്ത് സ്നേഹിക്കണമെന്ന് മാത്രമാണല്ലോ അങ്ങ് എന്നോട് ആവശ്യപ്പെടുന്നത്. ഇത്രയോ വലിയ ഭാഗ്യം, ദൈവത്തെ സ്നേഹിക്കുവാനുള്ള അനുവാദം, ഇതെത്ര വലിയ അനുഗ്രഹമായിരിക്കുന്നു. എങ്കിലും കർത്താവേ, അങ്ങേ വേണ്ട പോലെ സ്നേഹിക്കാതെ എത്രയോ നാൾ ഞാൻ ജീവിച്ചു. എൻ്റെ ഹൃദയം സ്നേഹിച്ചു, എന്നാൽ ആ സ്നേഹം പാഴായിപ്പോയി. എന്തുകൊണ്ടെന്നാൽ കടന്നു പോകുന്ന മായയെ എത്രയും ഞാൻ സ്നേഹിച്ചത്. ഓ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യദൈവമേ, ദൈവസ്നേഹ സ്വരൂപമായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരിക. എൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന വ്യർത്ഥമായ സ്നേഹവിഷയങ്ങളെല്ലാം അങ്ങേ സ്നേഹാജ്ഞ ചുട്ടുദഹിപ്പിക്കുക. ദൈവസ്നേഹത്തെ അതിൽ കത്തിച്ച് പരിശുദ്ധ സ്നേഹത്തിൻ്റെ സുഗന്ധ തൈലത്താൽ അതിനെ നീ ഹൃദയത്തെ ഇനിയെങ്കിലും നിന്റേതാക്കണമേ. ദാഹിക്കുന്ന സകല നീരിറവെ അന്വേഷിക്കുന്നത് പോലെ എൻ്റെ ഹൃദയം നിന്റെ സ്നേഹത്തിനായി ദാഹിക്കുന്നു. അതിനെ നീ തൃപ്തിപ്പെടുത്തണമേ. അതിൻ്റെ ലോകപക്ഷങ്ങൾ അപഹരിപ്പാൻ നീ അനുവദിക്കല്ലേ. കയ്പും മനക്കടിയുമില്ലാത്ത അതിന് ശേഷിച്ചിട്ടില്ല. ഓ നല്ല ദൈവമേ, ഇനി ശേഷിച്ചിരിക്കുന്ന കാലത്ത് സ്നേഹം കൊണ്ട് തൃപ്തിപ്പെടുന്നവൻ അങ്ങായിരിക്കുന്നുവല്ലോ. ആക്കിയാൽ ഇനിയെങ്കിലും പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ സ്നേഹിച്ചുകൊണ്ട് കഴിഞ്ഞ നാളിലെ ഭോഷതങ്ങൾക്കും നഷ്ടത്തിനും പരിഹാരം ചെയ്യുവാൻ ഞാൻ ഉറച്ചിരിക്കുന്നു. എൻ്റെ ഈ ആഗ്രഹത്തെ കൈക്കൊണ്ട് ആശീർവദിച്ച് ഫലമുള്ളതാക്കി അരുളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പ്രതിജ്ഞ: ഭാഗ്യപ്പെട്ട കൊച്ചുദേശിയായ പോലെ ഇനി എൻ്റെ പ്രവൃത്തികളെല്ലാം ദൈവസ്നേഹത്തെ പ്രതി മാത്രവും ഈശോയെ പ്രസാദിക്കുവാനുള്ളെന്നുള്ള ശുദ്ധ നിയോഗത്തോടുകൂടിയും ഞാൻ ചെയ്യും. ഭാവനാരൂപിയേ, സ്നേഹസ്വരൂപനേ, ഞങ്ങളിൽ വന്നു നിറയേണമേ.